നമ്മളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒടുവിൽ കയ്യടിപ്പിച്ചും കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ തിളങ്ങി നിൽക്കുന്ന ആ ഒരൊറ്റ നടനാര്? ചോദ്യമില്ല, ഉത്തരം ജനപ്രിയ നായകൻ ദിലീപ് തന്നെ. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 27 ആ പ്രിയ കലാകാരൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ ദിലീപ് അഭിനയിക്കുന്ന പുതിയ സിനിമയായ ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ദിലീപിൻ്റെ പിറന്നാൾ ദിനത്തിൽ എന്താണ് വരിക എന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം എല്ലാവരും കാണുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദിലീപ് ആദ്യമായി അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുന്നത് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിലാണ് ദിലീപ് ആദ്യമായി മുഖം കാണിച്ചു പോകുന്നത്. ആ സിനിമയുടെ നായകൻ മുകേഷാണ്. ഇത് ദിലീപിന് വലിയ റോളൊന്നുമല്ല ആദ്യം തന്നെ കിട്ടിയത്. ഒരു ചെറിയ റോളിലൂടെയാണ് ദിലീപ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ദിലീപിന് കിട്ടിയ സിനിമ എന്ന് പറയുന്നത് ഈ പുഴയും കടന്ന് എന്ന സിനിമയൊക്കെ ആളുകൾ പിന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. നല്ല രീതിയിൽ, അതായത് ദിലീപിൻ്റെ ഈ രണ്ടാമത്തെ സിനിമയായ മാനത്തെ കൊട്ടാരം എന്ന സിനിമയൊക്കെ നല്ലോണം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അതേപോലെ തന്നെ പിന്നീട് സല്ലാപം പോലത്തെ സിനിമകളിലൂടെ ദിലീപ് മലയാള സിനിമയിൽ നല്ലോണം രീതിയിൽ തിളങ്ങിയെന്ന് വേണം പറയാൻ. പിന്നെ ദിലീപിന് 2000 കാലങ്ങളിൽ ദിലീപിൻ്റെ ചരിത്രം എന്നൊക്കെ പറയാം. അതാണ് ദിലീപിൻ്റെ ജനപ്രിയ നായകൻ എന്ന പട്ടം ലഭിച്ച ഇതാണ് 2000 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ. അതിൽ ഉദാഹരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ പറക്കും തളിക, കുഞ്ഞിക്കൂനൻ, മീശ മാധവൻ, CID മൂസ തുടങ്ങിയ വലിയ വിജയകരമായ ചിത്രങ്ങൾ ഇതിനൊക്കെ ഉദാഹരണമാണ്. അതായത് ദിലീപിന് ജനപ്രിയ നായകൻ എന്ന പദവി ലഭിച്ചതിന് ഇതൊക്കെ ഒരു ഉദാഹരണമായി നമുക്ക് പറയാം. പിന്നെ ദിലീപിനെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യമാണ് ഹാസ്യത്തിൻ്റെ രാജാവ്. ഹാസ്യത്തിൻ്റെ രാജാവിൻ്റെ ഇതിൽ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ചാന്ത് പൊട്ട്, കല്യാണരാമൻ, കഥാനായകൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തനതായ കോമഡി രീതികൾ ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിൽ വില്ലനായ വേഷമിട്ടും വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി പോലുള്ള സിനിമകളിലെ സ്വഭാവ നടൻ്റെ റോളുകളും പാണ്ടിപ്പട പോലുള്ള ആക്ഷൻ കോമഡി റോളുകളിലും ദിലീപിന് ചെയ്യാൻ കഴിഞ്ഞു. അതൊക്കെ ആളുകൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ നിർമ്മാണ രംഗത്തും ദിലീപിന് നല്ല രീതിയിൽ പങ്കുണ്ട്. ദിലീപിന് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു പ്രത്യേക നിർമ്മാണ കമ്പനി വരെയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചിത്രങ്ങൾ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഉണ്ടായി. അതേപോലെ തന്നെ ദിലീപിൻ്റെ കഴിവിനോടൊത്ത് ദിലീപിന് കുറേ അവാർഡുകൾ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയത് കഥാവിഷയം എന്ന 2004 ഇറങ്ങിയ ചിത്രത്തിനാണ് കിട്ടിയത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ജൂറി അവാർഡ് കിട്ടിയത് കുഞ്ഞിക്കൂനൻ എന്ന സിനിമയ്ക്കാണ്. വർഷം 2002 ദിലീപിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ ദിലീപിൻ്റെ കാര്യങ്ങൾ ഇതാണ് പറയാനുള്ളത്, ദിലീപിൻ്റെ സിനിമാ ജീവിത കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ദിലീപിൻ്റെ പുതിയ പ്രൊജക്റ്റുകളിലൊന്നാണല്ലോ ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമ. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2024 ദിലീപിൻ്റെ പിറന്നാൾ ഒക്ടോബർ 27 ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പിക്ചറാണല്ലോ ബബ്ബബ്ബ ടീമിൻ്റെ പേരിൽ ഇറക്കി വിട്ടത്. അപ്പോൾ 2025 എന്ന ഈ വർഷം ഒക്ടോബർ 27 വരാൻ പോകുന്ന ചിത്രവും അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ വല്ല അപ്ഡേറ്റോ ആയിരിക്കും വരാൻ പോകുന്നത്. ഒന്നെങ്കിൽ ദിലീപിൻ്റെ എന്തെങ്കിലും പോസ്റ്ററോ അല്ലെങ്കിൽ ദിലീപിൻ്റെ പോസ്റ്ററിനകത്ത് ട്രെയിലറിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ദിലീപിൻ്റെ ആ വരുന്ന പോസ്റ്ററിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.